നമസ്കാരം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സമുദ്രത്തിനടിയിൽ മറഞ്ഞുകിടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ എന്നും ശാസ്ത്രലോകത്തിന് ആവേശകരമായ ഒന്നാണ്. അത്തരത്തിൽ പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർക്കിടയിൽ തർക്കവിഷയമായിരുന്ന ഒന്നാണ് നോർത്ത് സീയിലെ സിൽവർ പിറ്റ് ഗർത്തം. ഏകദേശം 43 മുതൽ 46 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ലണ്ടന് സമീപമുള്ള നോർത്ത് സീയിൽ രൂപപ്പെട്ട ഈ ഗർത്തത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സമുദ്രശാസ്ത്രജ്ഞരും ഭൂഗർഭ ഗവേഷകരും പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ പുതിയ ഗവേഷണ ഫലങ്ങൾ ഈ നിഗൂഢതയ്ക്ക് വിരാമമിട്ടിരിക്കുകയാണ്. ഒരു ഭീമൻ ഉൽക്കാശില സമുദ്രത്തിൽ പതിച്ചത് മൂലമാണ് ഈ ഗർത്തം ഉണ്ടായതെന്നും അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുനാമികളിൽ ഒന്നിന് കാരണമായി എന്നും ശാസ്ത്രലോകം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 2002 യോർക്ക്ഷയർ തീരത്ത് നിന്ന് 80 മൈൽ അകലെ സമുദ്രനിരപ്പിന് 700 മീറ്റർ താഴെയായി ഈ ഗർത്തം ആദ്യമായി തിരിച്ചറിയുന്നത്. 3 കിലോമീറ്റർ വീതിയുള്ള ഈ ഗർത്തവും അതിനെ ചുറ്റിയുള്ള വലയങ്ങളും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ 20 വർഷമായി തീവ്രമായ സംവാദങ്ങളാണ് നടന്നു വന്നിരുന്നത്. ചില ഗവേഷകർ ഇത് ഭൂഗർഭത്തിലെ ഉപ്പിൻ്റെ ചലനം മൂലം ഉണ്ടായതാണെന്ന് വാദിച്ചപ്പോൾ മറ്റു ചിലർ അഗ്നിപർവ്വത സ്ഫോടനമാണ് ഇതിന് പിന്നിലെന്ന് കരുതിയിരുന്നു. 2002 ആദ്യമായി ഉൽക്കാപതന സാധ്യത മുന്നോട്ട് വച്ച് എങ്കിലും അത് ഭൂരിഭാഗം ഭൗമശാസ്ത്രജ്ഞരും തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഹെരിയറ്റ് വാട്ട് സർവകലാശാലയിലെ ഡോക്ടർ യുസ്ഡീൻ നിക്കോൾസൻ്റെ നേതൃത്വത്തിൽ നടന്ന പുതിയ പഠനം സകല സംശയങ്ങളും ദൂരീകരിക്കുന്ന തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കമ്പ്യൂട്ടർ മോഡലിങ്ങിൻ്റെയും അത്യാധുനിക സീസ്മിക് ഇമേജിങ്ങിൻ്റെയും സഹായത്തോടെയാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിയത്. സമുദ്രത്തിനടിയിലുള്ള എണ്ണക്കിണറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഷോക്ഡ് കോഡ്സ്, ഫെൽസ്പാർ സ്ഫടികങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഉൽക്കാപതനം പോലെയുള്ള അതിതീവ്രമായ മർദ്ദവും ആഘാതവും ഉണ്ടാകുമ്പോൾ മാത്രം രൂപപ്പെടുന്നവയാണിവ. ഒരു വലിയ വൈക്കോൽ കൂനയിൽ നിന്ന് സൂചി കണ്ടെത്തുന്നത് പോലെ ശ്രമകരമായ ഈ കണ്ടെത്തലാണ് സിൽവർ പിറ്റ് ഗർത്തം ഒരു ഉൽക്കാപതന കേന്ദ്രമാണെന്ന് ഉറപ്പിച്ചത്. ഇതോടെ മെക്സിക്കോയിലെ ചിക്സുലബ് ഗർത്തത്തിൻ്റെ ഗണത്തിലേക്ക് സിൽവർ പിറ്റും ഉയർത്തപ്പെട്ടു. ഡൈനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഉൽക്കാപതന കേന്ദ്രമാണ് ചിക്സുലബ്. ഏകദേശം 160 മീറ്റർ വീതിയുള്ള ഒരു ഉൽക്കാശില പടിഞ്ഞാറ് നിന്ന് വളരെ ചെരിഞ്ഞ ആംഗിളിൽ സമുദ്രത്തിൽ പതിച്ചതായാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ഈ ആഘാതത്തിൻ്റെ ഫലമായി നിമിഷങ്ങൾക്കുള്ളിൽ 1.5 കിലോമീറ്റർ ഉയരത്തിൽ പാറയും വെള്ളവും അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു. ഇതിനെ തുടർന്ന് രൂപപ്പെട്ട ഭീമൻ സുനാമി തിരമാലകൾക്ക് 100 മീറ്ററിലധികം ഉയരമുണ്ടായിരുന്നു. ഈ പ്രഹരം സമുദ്രത്തിനടിയിൽ വലിയ സ്ഫോടനങ്ങൾക്കും ഭൂപ്രകൃതിയിൽ വൻ മാറ്റങ്ങൾക്കും കാരണമായി. ഭൂമിയുടെ ചലനാത്മകമായ സ്വഭാവം കാരണം ഇത്തരം ഗർത്തങ്ങൾ കാലക്രമേണ മാഞ്ഞു പോകാറാണ് പതിവ്. എന്നാൽ സിൽവർ പിറ്റ് ഗർത്തം അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഗവേഷകർക്ക് ഉപരിതലത്തിന് താഴെയുള്ള ആഘാതത്തെക്കുറിച്ച് പഠിക്കുവാൻ വലിയ അവസരമാണ് നൽകുന്നത്. ഈ കണ്ടെത്തൽ കേവലം ഒരു ഗർത്തത്തിൻ്റെ ചരിത്രം പറയുക മാത്രമല്ല, ഭൂമിയുടെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. മറ്റ് ഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായി സമുദ്രത്തിനടിയിലുള്ള സിൽവർ പിറ്റ് നൽകുന്ന വിവരങ്ങൾ അമൂല്യമാണ്. പണ്ടൊരിക്കൽ നടന്ന ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉൽക്കാപതനങ്ങളെയും അവ സൃഷ്ടിക്കാവുന്ന സുനാമികളെയും കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുവാൻ നമുക്ക് സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ TV.